മാക്സിമം എടുത്താൽ നമ്മളൊരു ലോറിക്കകത്ത് വെക്കാൻ പറ്റും കൊച്ചൊരു. നീ എന്നെ പഠിപ്പിക്കാതെ നീ പഠിപ്പിക്കട്ടാ, ഞാൻ ചെയ്തോളാം കേട്ടാ. നിനക്ക് മുമ്പേ കോഴിയെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ. എടാ കോഴി നീ ഒരേപോലെ ഇരിക്കുന്ന സമയത്ത് പിടിച്ചു തുടങ്ങിയിട്ട് കേട്ടാ നമ്മള്. അവരൊക്കെ അവളെ പഠിപ്പിക്കുന്നേ അതാണ് ആ പ്രായത്തിൽ പിടിച്ചു തുടങ്ങിയാണ്. ഇവിടെ ഉണ്ടല്ലോടാ പിടിയന്മാര്. അകത്ത് വേറൊരു വലിയ കോഴി ഇരിക്കുന്നല്ലേ. വണ്ടി ഒരാളെടുക്കണ കാരണം 2 വണ്ടിയായിട്ട് വരും. അവന്റെ വണ്ടിയിൽ അവന്റെ അച്ഛനും കൂടി പോയിട്ട് ഞാൻ പോവില്ല. അവന്റെ അഹങ്കാരം നോക്കണം. അവൻ ഇപ്പൊ എടുത്തെന്തിനാ അവൻ? ഒരു കാര്യം പറയട്ടെ, നീ ഇപ്പൊ എന്തിനു വണ്ടി എടുത്തത്? എന്നാ പിന്നെ നീ വണ്ടി എടുത്തോട്ട് പോ. പിന്നെ നിന്റെ അണ്ടി വിട്ട് ഇവിടെ എടുത്തിരുന്നത് നമുക്ക് എടുക്കാൻ പറ്റുമോ? എടുത്തോട്ട് പോ. സംഭവമില്ലേ ഇവനില്ലേ, ഞാൻ ക്യാരി അടിച്ചിരിക്ക, ഞാനല്ലേ ഇവനെ ക്യാരി അടിച്ചേ. അവൻ വണ്ടിന്ന് നേരെ അങ്ങ് എടുത്ത് ചാടി. ആളതൊന്നും അറിഞ്ഞില്ല. അവിടെ ഇരുന്നു കേട്ടാ. എന്തൊരു മാറ്റടാ ഒന്ന് നിന്റെ അണ്ടി വണ്ടി എടുത്ത്. പ്രിൻസിപ്പൽ സുരേഷ് ഗോപി വേണ്ടല്ലേ? അടിച്ചു വന്നു, റെഡി ഇല്ല. അടിച്ചു അടിച്ചു അടിച്ചു. എടാ ഈ വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരണോ? ഇവിടെ കൊണ്ടുവരണം. എവിടെയാടാ? ഇവിടെ നിക്കുന്നില്ലേ ഈ സ്ഥലത്ത്? ഇടിച്ചോ ഇങ്ങോട്ട് കൊണ്ടിട്ടോ, ഇങ്ങോട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ടോ. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് അകത്തോട്ടാ ഇടിച്ചു ഓടിക്കട്ടാ. അകത്തോട്ട് ഇടിച്ചോ ഓടിച്ചോ ഇടിച്ചോ ഇടിച്ചോ. സുനുവിന് വിട്, സുനുവിന് വണ്ടി ഇട്. എന്നാലും ട്രെയിൻഡ് കോഴികളാണ് കേട്ടാ. ട്രെയിൻഡ് കോഴികളാണ്. ഈസി ആയിട്ട് പിടിച്ചോണ്ട് ഓടത്തൊന്നുമില്ല. വെള്ളത്തിൽ മറ്റേ മണ്ണിൽ കിടന്ന് സത്യം മറ്റേ ചെളി പൂന്തി തീട്ടമായ കോഴിത്തീട്ടം പോകുന്നതിനെ പറ്റി എന്തൊക്കെ പാടുകളായിരുന്നു അല്ലേ. ഇവിടത്തെ കോഴികൾ തിരിച്ചാണ്ടാ സുനിമോനെ. വാ 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 ഇങ്ങോട്ടാണ് വിളിക്കുന്നത് കൊണ്ടുപോകാനായിട്ട്. വാ ഒന്ന് വാ ഒന്ന് കൊണ്ടുപോകും. കാവേജ് എന്റെ കോഴിക്ക് വല്ലതും പറ്റിയാണ്ടല്ലേ കാവേജ്. എനിക്കും വല്ലതും പറ്റിയ ഞാൻ സഹിക്കും. ഞാൻ അറക്കണ സ്ഥലത്ത് എടാ ഇനി എങ്ങോട്ട് കൊണ്ടുപോകണം? എടാ പലേട്ടാടാ വന്ന ഗുലാൻ എന്റെ കൂടെ വണ്ടിക്കാതിരുന്നു. ഗുലാൻ എവിടെ? ഗുലാനെ എവിടെ? ആ നീ എനിക്കറിയാം. വാ വാ വാ. സുനിമോനെ നിന്റെ അടച്ചറപ്പുള്ള വണ്ടിയാണല്ലോടാ. കോഴി പ്രൊട്ടക്ഷൻ വിഷയല്ലേ? അമ്മേ എപ്പിട്ട് ബേക്കത്തെ കോഴിക്കളെ നോക്കിയാണ് വിഷയല്ലേ? ഇവിടെ പാട്ടൊക്കെ ഡാൻസ് കളിക്കുന്നത് എന്റെ കോഴികള്.
ഞാൻ നോക്കുമ്പോ നീ തിരിഞ്ഞു നോക്കിയാണ് ഡാൻസ് കളിക്കുന്നത് നോക്കിയാണ്. ഇവര് ഇവരെ വിചാരേ ഇവരെ ഇപ്പൊ ട്രിപ്പിന് കൊണ്ടുപോകുന്നതാണ് കേട്ടാ. ഇപ്പൊ കൊണ്ടുപോയി കഴുത്തിറക്കും അറിഞ്ഞൂടാ. സന്തോഷിരിക്കണില്ല അവര് ഡാൻസ് കളിച്ചിരിക്കുന്നു. ചെയ്യ ആ പാട്ടിന് ഡാൻസ് കളിക്കുന്നല്ലേ നോക്കിയാണത്. കറക്റ്റ് നോക്ക്. എനിക്ക് നോക്ക്. കോഴി ചുമ്മാ കൊത്തി പാറാതെ കണ്ടില്ലേ ഫ്രൈ ആയി വെട്ടി വിഴുങ്ങും ഞാൻ. എനിക്കൊന്നും കഴിക്കല്ല സിനിമ. നീ ഇപ്പൊ ആ പാട്ടൊന്നും പാടല്ലേ. സോറി. കോഴി ചിങ്കാര പൂങ്കോഴി കൊക്കര കൂക്കുമാതെ. ഇവിടെ വേസ്റ്റ് വാരികൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലോടാ. അതോ പോടല്ലേ ഇവിടെ എത്തിയാമാര് സിറ്റി മുഴുവൻ ക്ലീൻ ആക്കുന്നു. വന്നില്ലായിരുന്ന ഇവിടെ ഒരു പാർക്ക് പോലെ ഒരു സെറ്റപ്പ് പോകുന്നതാണ് കണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? കോഴി എടുക്കണ്ടേ? അവിടെ മതി അവിടെ മതി. അവിടെ എത്തിയാതി അണഞ്ഞാത്ത പോരുത്. അവിടെ മതി. വെട്ടുന്നെങ്ങനെയാടാ? ഒറ്റ വെട്ട്. ആ പച്ചരി ഒറ്റ അത്ര വെട്ടണം. തുണ്ടനുണ്ട്. ഇനി പപ്പം പൂടെയൊക്കെ പറിച്ചെടുക്കണം. 1 by 1 ആയിട്ടേ പറ്റൂ. ഈ ബസ്സിലല്ല. എടാ ഇതിന് എന്തിരിയണം? ഇനി എന്തിരിയണം? അകത്തകത്ത് ഇങ്ങോട്ടാണ്. ഇവിടെ ഇത് വെട്ടി വെട്ടി പീസാക്കാം. അല്ല എനിക്ക് ഇടിയിട്ടു. അപ്പുറത്ത് പാക്കറ്റ് ലെഫ്റ്റിൽ പെട്ടിയിലാക്കാം. കടുക് വറ സവാള ഗിരി സവാള. എല്ലാരും എന്നെ ചവിട്ടണം. പൈസ കിട്ടിയില്ലല്ലേ? പൈസ കിട്ടിയില്ലല്ലേ? പക്ഷെ ഇത് ഇനി വേറെ എവിടെ സെല്ലാണ് സരക്കണ്ണ. ഇത് പാക്ക് ചെയ്യണം. പാക്ഡ് ആയിട്ട് കിട്ടും. പാക്ഡ് ചിക്കൻ ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മള് മറ്റേ സിറ്റി സൈഡ് അവിടെ പോയിട്ട് വേണം സെല്ല് ചെയ്യാൻ. കോഴിന്റെ കൂടെ വറക്കാൻ മറന്നു പോയി പറിച്ചിട്ട് കേട്ടോ. ദൈവത്തിന് വിളിച്ചാൽ എവിടെയാണ് ഇത് കൊണ്ട് വിൽക്കണം? മൗസ് അപ്പുറത്ത് വേണല്ലേ? നീ ഇവിടെ എത്തിയാ? തള്ളി ഇട്ടടാ ഇവൻ. ഞാനല്ല. പെട്ടെന്ന് ചെയ്യല്ലേ? പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഓടി അങ്ങോട്ട് പോണ സമയമാണ് അധികം. മറ്റെല്ലാം എളുപ്പമാണ്. ട്രെയിനിങ് കിടക്കുന്നത് പാക്കേജ് ലാസ്റ്റ് ഒന്ന് ചെയ്താൽ മതി കേട്ടാ. അതായിരിക്കും നല്ലത്. ആണോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഓ അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മളെ ഇൻവെന്ററിക്കകത്ത് വന്ന് കിടക്കും. ഈ സത്യം പറ, എന്ത് ഇതാരല്ലേ പരിപാടി ഇവിടെ? അല്ല ഞാൻ ഇതിനു മുമ്പ് കോഴിക്കള്ളടാ ഇവിടുത്തെ കോഴിക്കള്ളരാണ് ഇവിടുത്തെ. പക്ഷിരാജ് പിടിച്ചാ അതോ കുറവാണ്? എടാ ഈ കോഴിനെ കൊല്ലുന്നതിനിടെ താഴെ വീട് കിടഞ്ഞു പോണു കേട്ടാ.
ഇവിടെ കിടക്കുന്നതാടാ, ഒരാളോട് ചാഞ്ഞ് കിടക്കുന്നതാ, ചത്തതാടാ. മറ്റേ സൗത്ത് ഒരു ചാഞ്ഞ് കിടക്കുന്നുണ്ട്. ഏതാ വെട്ടല്ലേ എന്റെ ഒറ്റ വെട്ടി തീർത്തത്. കോഴിയല്ലേ സരക്കണ്ണ, ഈ കോഴിനെ പിന്നെ ഞാൻ കൊണ്ടുപോയി വളർത്താൻ പറ്റുമോ? ഇത് കൊല്ലാനുള്ള കോഴിയാണ്. അഹങ്കാരം നോക്ക്, അഹങ്കാരം ചില്ലറാണോ നോക്കാം. അവന്റെ പിന്നെ ആ ചേട്ടൻ അവന് ആ PC മേടിച്ച് വെച്ചിട്ട് ഒരു ഗുണമല്ല. ഈ ചെറുക്കനെ കൊടുത്തിട്ട് പോകുന്നത് നല്ലോണം കാര്യം പറയട്ടെ. അവന് ഒക്കെ അറിയാം ഞാൻ ഇങ്ങനെ എടുത്ത് കളയും ഈ പോക്കാണെങ്കിൽ. അതുകൊള്ളു കേട്ടാ. ഓടി വരുന്ന വഴി ഈജക്കിട്ട് അവിടെ തന്നെ ഒരു 5 കൂടി കൊന്നിട്ട് വരാം. നമുക്ക് ബിസിനസ് എടാ, നമുക്കൊരു കോഴിക്കട വെളിയിൽ ഇട്ടാലോ ഇത് പറയുന്നത്. ബാബുവിനൊരു കോമ്പറ്റീഷൻ കൊടുക്കാം. പരിപാടിയൊക്കെ ഇപ്പൊ നമുക്ക് തന്നെ അറിയാല്ലേ. ഇവിടെ വരുമ്പോ എപ്പോഴും വീഴോ? ഞാനങ്ങ് പോയായി കേട്ടാ. എനിക്കിത് ഒരു 4 കോഴി ഇട്ട് വെച്ചാൽ പരിപാടി തീർന്നു, കോഴി പരിപാടി തീർന്നു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഓട്ടം മാത്രം. കോഴിയുടെ വേഷം കെട്ടിയൊന്ന് കോഴികളെ കൊല്ലുന്നത്, കോഴിയുടെ വേഷം കെട്ടിയൊന്ന് കോഴിയെ കൊല്ലുന്നതാടാ. നിനക്കൊക്കെ എന്തിനു മനസ്സറാ? ഇവിടെ എന്റെ പെട്രോൾ ടാങ്ക് പൊട്ടിയടാ. ഏയ് എന്റെ വണ്ടിയുടെ എനിക്ക് അറിവിലാക്കി ആ കേവി മറ്റേ എന്റെ പെട്രോൾ ലീക്ക് ആക്കിയടാ ആരോ. ബാക്കി ലാസ്റ്റ് സമ്മതിക്കില്ല. അവൻ ഇനി സമ്മതിക്കില്ല, അവൻ ഇങ്ങനെ സമ്മതിക്കാനേ പോകില്ല ഒരു കാര്യം. വണ്ടി തിരിച്ചു പോകാൻ കൊല്ലും ഞാൻ അവന്. സരക് ചിക്കൻ സെന്റർ. എനിക്ക് ചിക്കൻ സെന്റർ നിങ്ങളുടെ പേരിട്, നമുക്ക് തുടങ്ങാം. ഈകളിപ്പോ എന്താ ബിസിനസ് തുടങ്ങിയത്? നമുക്കൊരു ബിസിനസ് അങ്ങ് തുടങ്ങാം, കോഴിക്കട ബിസിനസ്. നമ്മൾ ടീമിലെ തന്നെ 2-3 പയ്യന്മാരെ തന്നെ നിർത്താം. വെളിയിൽ നിന്ന് ആളെ വിളിക്കണ്ട. അമ്മമാർക്ക് ഇപ്പൊ ആരോടെ വീണെന്ന് പറയുന്നത്. ഫുൾ സ്ക്രീൻ ഇല്ലെങ്കിൽ പോവണത് അതെന്തരാണോ എന്തോ. ചടക് പടക്കെന്നാണ് കേടുന്നറിയുന്നത്. ബായ് 10 രൂപ കറക്കി വേണ്ടി വെട്ടാണതാ. നിന്റെ വീട്ടിൽ എത്ര പേരുണ്ട് 10 കിലോടെ കറി കിട്ടാനായിട്ട്? നീ എന്തിന് മുനിസിപ്പാലിറ്റിക്ക് മൊത്തം കറി വെക്കുന്ന 10 കിലോ? ഞാൻ പണിയെടുക്കല്ലടാ, ഞാൻ കോഴിയെ വെട്ടല്ലേ. നീ കാണുന്നില്ലേ? നീ കാണുന്നില്ലേ ഈ കോഴീനെ വെച്ചോണ്ടിരിക്കുന്നത്? പറ എന്തിന്? മെട്രോ കേറിയ നിങ്ങളൊക്കെ പത്തനത്തിൽ പിടിച്ചില്ലേ? കറക്റ്റ് ഔട്ട്പുട്ട് അറിയുള്ളൂ. ഫുള്ള് പിടിച്ചു കഴിഞ്ഞാൽ 2 ബ്രോസ്റ്റ് ചിക്കനാട്ടാ. പിന്നോടുണ്ട് ഒറ്റയടിക്കെല്ലാം ആവൂടാ? അല്ലല്ലേ, എല്ലാം ആക്കണം. എല്ലാം ആക്കണം. 4 പക്ഷെ ഇതാ പെട്ടെന്ന് തീരും. 1 2. സൗണ്ട് സാറ്റിസ്ഫാക്ഷൻ. പൈസ ഒക്കെ ചെയ്തിട്ടൊന്നും കിട്ടൂലെന്ന് പറയാനുള്ള അവസരമല്ല. കോഴിയുടെ മറ്റേ പിടുക്ക് വരെ പറിച്ചറിഞ്ഞ് ഇനി ഒന്നുമില്ല പറിക്കാൻ. എന്നാ ഭാവി ചിക്കൻ സെലർ പറയണം. നമ്മളെ ഷെഫായിട്ടൊക്കെ ജോലിക്ക് കേട്ടോ. എല്ലാം പരിപാടി തീർത്ത്
പാക്കേജ് ചിക്കൻ മാത്രമേ ഉള്ളൂ. ഇത് കൊണ്ട് കൊടുക്കാം. സ്കിൽഡ് ആണെന്നാണ് പറയുന്നത് എല്ലാരും. ഞാൻ വെട്ടി തകർക്കുകയാണ്. മറ്റേ പാക്കിങ് ഉണ്ടല്ലേ, പാക്കിങ് ആമസോണിൽ നിന്ന് പോലും ഇങ്ങനെ ആരും പാക്ക് ചെയ്യില്ല. അമ്മാരി പാക്കിങ് എവിടെ കൊടുക്കണോന്നറിയോ? എനിക്കറിയാം സിറ്റിയില് എനിക്കറിയാം. ഓ എന്തെങ്കിലും അറിയാത്തോണ്ടോ? എല്ലാം അറിയാല്ലേ. എന്റെ ഫ്യൂല് ലീക്കാണല്ലോ, അങ്ങനെ കൊണ്ടുപോകും. വണ്ടി ഇല്ലെങ്കിൽ സീനില്ലല്ലോ. പെട്രോൾ ഉണ്ട്. വണ്ടി കയറാൻ പറയുന്നുണ്ട്. അല്ല അണ്ണന്റെ എവിടെ പോള വഴിയറിയാക്കി പറ. തിരിച്ചുകൊണ്ട് കൊടുക്കണം ഈ വണ്ടി. അവിടെ തന്നെ നമ്മള് പിടിച്ചില്ലേ, അവിടെ തന്നെ കൊണ്ടു കൊടുക്കണം. അപ്പൊ വിൽക്കണത് വിൽക്കുന്നത് വേറെ. ഓ വിൽക്കുന്ന വേറെ മറ്റേ സിറ്റി പോയി. ഓ അത് നമ്മുടെ അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ ജോബിന്റെ ഇല്ല 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 ഇല്ല. എന്റെ പെട്രോൾ ഇപ്പൊ തീരും കേട്ടാ. എന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെയല്ല, ഇതിന് ഒഴിക്കുന്നതെല്ലാം പൊക്കോണ്ടിരിക്കയാണ്. ഇറച്ചിട്ട് വേറെ സമ്മേളനം ആർക്കടാ ചോദിച്ചോളേ? ഓ മതില്ല. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. FPP അടുത്ത ആഴ്ച മറ്റൊരു വരും കേട്ടോ. ഇത് ഗുണമില്ലാത്തല്ലേ. ഇത് കഴിച്ച ചത്തോ? വിശക്കോടിയാ. അതുകൊണ്ടാ വെട്ടാത്ത. തുനി മറ്റേ അടുത്ത മാസം അല്ല അടുത്ത ആഴ്ച ഇത് വരും. ട്രക്ക് പക്ഷെ മറ്റേ സ്റ്റിയറിങ് അതാണ് പറഞ്ഞത്. എന്നാ മറ്റേ സ്റ്റിയറിംഗില് ഉള്ളവർക്ക് ഇതിന്റെ അകത്ത് സ്റ്റിയറിംഗ് വെച്ച് ഓടിക്കല്ലേ. പക്ഷെ അത് വേണ്ടല്ലേ, അത് വാറിലൊന്നും വേണ്ട, അല്ലാതെ ഓടിച്ചു. വാറിലൊക്കെ ആയ ഞാനായിട്ട് ഈ പിടി ഗിയറൊക്കെ പറ്റുന്നത് ആലോചിക്കാണ്. വെച്ചിട്ടിരിക്കുന്നത് ആലോചിക്കട്ടാ. കേട്ടാ അടി വരുന്നുള്ളതൊക്കെ പറഞ്ഞിട്ടെ വണ്ടിക്ക് അടി വരുന്നത് 10 സെക്കൻഡൊക്കെ ഇട്ട് പോണ തീരുന്ന ആലോചിക്കാണ്. കൈയൊക്കെ കുടിക്കും. അയ്യാ ഇവൻ എങ്ങനെയാടാ പറ്റുന്നത്? ഇവനെങ്ങനെ പറ്റുന്നത്? ഇത്രയും തെറി പറഞ്ഞിട്ട് എന്റെ വണ്ടി തന്നെ കയറി ഇരിക്കുന്ന നോക്കിയാണ് അവന്. ഒരു കൂസലില്ലാതെ അവൻ. ഇവനെങ്ങനെ പറ്റുന്നത്? ആ മോനെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് എങ്ങനെ പറ്റുന്നത്? അവിടെ ഞാൻ നിന്നെ ഇത്ര വഴക്ക് പറഞ്ഞിട്ട് നിനക്ക് എന്ത് തോന്നാത്തത്? ഇവനെയാണ് ഈ മാർക്കിട്ട് തന്നത്. നീ ഇപ്പൊ മാർക്കിട്ട് വെച്ചിരിക്കുന്ന ഏതൊന്നും സ്ഥലം 4 മൈൽ അപ്പുറം. അപ്പൊ ഈ വണ്ടി കൊടുക്കണമെന്ന് മാമന്റെ കോഴിക്കടയെന്നല്ല വണ്ടി എടുത്തത് കേട്ടാ. തിരിച്ചു കൊടുക്കണ്ടേ? ഒരു സാധനം എടുത്താൽ തിരിച്ചു കൊടുക്കണമെന്നൊരു മര്യാദ ഉണ്ട്, അറിയാമോ? നിന്റെ ചുക്കാമണി പിടിച്ച് 2 നുള്ളൊന്നും തന്നില്ലല്ലേ ഞാൻ നീ ഇത്ര വിഷമിച്ചിരിക്കാൻ. നീ അഭിനയം നിർത്തി കേട്ടോ, അഭിനയം നിർത്തി കേട്ടോ. അതിന്റെ അഭിനയം നിർത്തി, ഒരിക്കലും പിടിക്കുന്നില്ല എനിക്ക്. ആരുടെ പെട്രോൾ ഒന്നും തുടക്കുന്നത്? ഇത് റിട്ടേൺ ചെയ്തെങ്ങനെയാ? ഇവന്റെ അടുത്ത് തന്നെ വണ്ടി കൊണ്ടുവരണം. അടുത്ത്
വണ്ടി കൊണ്ടുവരണോടാ. ഇല്ല വേണ്ട 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 വേണ്ട. എടാ ഫ്യൂല് ബാക്കിയുള്ളവർ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ താഴത്തെ പമ്പ് വരെ കൊണ്ടുവരും 2006 പമ്പ്. റിട്ടേൺ ചെയ്തു. ഇപ്പൊ നിക്കണ 2000-ല് നമ്മള് വന്ന വണ്ടിയൊക്കെ നമ്മള് വന്ന വണ്ടിയൊക്കെ ഒന്ന് കാണിക്കല്ലേ. ആണോ? അപ്പൊ വണ്ടി കൊടുക്കണ്ടേ ഇനി? ഇവിടെ ഉള്ളവന്മാരെല്ലാം അവന്മാരെ വണ്ടി മുട്ട പണി വെച്ചിരിക്കണം കേട്ടാ. എവിടെ വണ്ടി എവിടെ? എടാ വണ്ടി കൊണ്ട് സേവ് ചെയ്യണമെന്നുണ്ടോ? അത് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി സേവ് ആവൂ. നീ അവിടെ കൊണ്ട് ഈ കൊടുത്താ ഈ അടിക്കണം. വണ്ടി കൊണ്ട് അടിക്കണല്ലേ? വണ്ടി കൊണ്ടുവന്നിട്ട് വണ്ടി അടിക്കണം. എന്നിട്ട് എടുത്ത് പോവില്ല. കേറ് കേറ് കേറ്. മെറ്റ മൈൽസ് ഉണ്ടോ? മൗസ് തന്നെ വെളിയിൽ പോണടാ. അത് പോവണം. അതൊന്നും കൂടെ എടുത്തിട്ട് ഇപ്പോഴും പോണു. അതുറക്കാതെ അവിടെ വാതുറത്തിന്റെ ഇടിച്ചും കിടക്കും. വാതുറക്കുന്നവരെ ഇടിയാണ്. ബ്രോ പേര് അണ്ടിയപ്പൻ. അണ്ടി ഇല്ലാത്തവർക്ക് അണ്ടി കൊടുക്കുന്ന പരിപാടിയാണ്. എന്ത് വേണോ? കളി മാറുമെങ്കിൽ അങ്ങോട്ട് മാറിയിരുന്ന് കളി പോ. കുറച്ച് പടക്കോഴി ഉണ്ട് പോയി കളിച്ചോ. അപ്പുറത്തെ കോഴി ഉണ്ട് പോയി കൂടെ പറയും പോ മയില്. റേഡിയോ വെക്കൂല, റേഡിയോ കയറൂല, ഇത് വെക്കൂല, ഒന്നും ചെയ്യൂല. അവിടെ റോട്ടിൽ ടാറട്ടോണ്ടിരിക്കട്ടോ. ഡിക്കി കേട്ടിട്ട് ഇവിടെ പോയാ മതി. അല്ലെങ്കിൽ ഇവിടെ പോണില്ല. ഡിക്കി കേട്ടിട്ട് പോയാ മതി. അവനാണ് 5K likes ആക്കണം. 5K likes ആക്കിയില്ലെങ്കിൽ നാളെ അറപ്പില്ല. 5K likes ആക്കിയില്ലെങ്കിൽ നാളെ അറപ്പില്ല. നാളെ അറപ്പ് കയറാൻ പറയാം. ഡിക്കിന്ന് കളയും. തന്നെ ഇറങ്ങിപ്പോയി. ഓടി കെട്ട് തുടങ്ങിയ ദിവസം അതിനനുസരിച്ചിട്ടാണ് മറ്റേ മൈൽസിലൊക്കെ കിട്ടിയില്ലേ? ആണല്ലേ? ഇപ്പൊ മുളക് ഇറങ്ങും കൊടുക്കണമായിരുന്നു എപ്പോഴേ. എന്നിട്ട് ബാക്കി സംസാരിക്കാവുള്ളൂ അങ്ങനത്തെ താളം വിടുമ്പോ. തുണിയാണോ അത് തുറക്കണ്ട? ഞാൻ ബാക്കില് ഒരേ ചായ വരും. അണ്ണന്റെ താടി പഴഞ്ചിട്ടുണ്ടല്ലേ ഇവിടെ തന്നെ മേളില് മാർക്ക് ചെയ്തേക്കണേ. അല്ലല്ല വെയിറ്റ് ഇല്ല ഇത് വിറ്റിട്ടൊരാ വരുന്ന പലറ്റോടെ ആ സൈഡാണ്. പോയി വന്നിട്ട് ഇതില് മിഷൻ ഒന്നും ഇല്ലല്ലോ. നമ്മള് കംപ്ലീറ്റ് ചെയ്തോ? 15 മിനിറ്റ് കഴിഞ്ഞേ വരത്തുള്ളൂ. അതേ വിറ്റിട്ട് വരാം. ഡ്രസ് മാറിയിട്ട് പോവാ. അയ്യക്കിട്ടല്ലേ മാറ്റുന്നത്? എവിടെയാ സിറ്റിയില് മാർക്ക് ചെയ്താണോ? സിറ്റിയിലൊക്കെ അല്ലെണ്ണ മറ്റേ മെമ്പേഴ്സിന്റെ പോലത്തെ ഒരു ഐക്കൺ കണ്ടാ? അത് ക്ലിക്ക് ചെയ്താൽ മതി മാറും. ഇവിടെ ആരാ മാർക്ക് ചെയ്തേ? മെമ്പേഴ്സിന്റെതാ? അതായത് ഒരു മൈനസ് ഉണ്ടാ ഫസ്റ്റ്. അതിലോട്ട് മൗസ് കൊണ്ടുപോകാനായിട്ട് പറ്റണമെങ്കിൽ അയക്കണ്ടേ? വേണ്ട, റേഡിയോ ഓപ്പൺ ആകുമ്പോ തന്നെ ഇതാവും, പോയിന്റർ ഓൺ ആവും. ഓ എനിക്കറിഞ്ഞൂടാ, ഞാൻ പോയിട്ടില്ല. കോഴി വിൽക്കുന്നേ? കോഴി വിൽക്കുന്ന ഞാൻ മാർക്ക് ഇവിടെ ഞാൻ ചെയ്തു. ഒരു കുലുക്കം വണ്ടിക്ക് തെറിച്ചു പോകും കേട്ടോ. റേഡിയോയുടെ സൈസ് ലിസ്റ്റിന്റെ സൈസ് കുറയ്ക്കാൻ പറ്റുമോ? അതിന്റെ ഇതിന് വേണ്ടിട്ട് ആരുടെയെങ്കിലും ഈ ഒരു എക്സ്ട്രാ റേഡിയോ ഉണ്ടോ? എന്തിനാണ് റേഡിയോ? ഇപ്പൊ എന്തിനാണ് നമ്മൾ ഇരിക്കുന്ന റേഡിയോ എന്ന് വെച്ചാൽ ഗ്യാങ് റേഡിയോ ആണ്. അതിലെങ്ങനെ നിന്റെ കേറ്റാൻ പറ്റും?
കൊച്ചു ടിവിക്കൊക്കെ റേഡിയോ തുടങ്ങിയോ? സത്യം അവന് റേഡിയോ ആണോ നിന്റെ റേഡിയോ? എടാ ഇതൊക്കെ ഇവിടെ അതുപോലൊക്കെ കളികളാണ് കേട്ടാ. എനിക്ക് ഇതിന്റെ ഇടയിൽ റേഡിയോ തന്നത് നിന്നെ പിടിച്ചിരുത്താം. ഇതിന്റെ ഇടയിൽ നടക്കത്ത് തലവരെ ഇരുത്താം. ഒരു കാര്യം ചെയ്യും, നമ്മള് വാസുവിനെ മാറ്റിയിട്ട് നിന്നെ ഇരുത്താം. സൗത്ത് അണ്ണാന്ന് വിളിക്കാം നമ്മള്. നീ കോഴിയെ വെട്ടിട്ടുള്ളൂ, മനുഷ്യന്മാരെ വെട്ടിട്ടുണ്ടാ നീ. നുനിമോനാണെ പിന്നെ മൊത്തത്തിൽ കിട്ടും അല്ലേ? അവിടേക്കാണ് നുനിമോൻ. ഇപ്പൊ ഒന്നും വേണ്ടതില്ലെന്നേ ഉള്ളു. ഇരിക്കട്ടെ നിനക്കിട്ടോ. മനുഷ്യന്റെ അടുത്ത്. ഓ ആണോ? ഞാൻ വിചാരിച്ചു പട്ടികൾ വരുമ്പോ വായിലോട്ട് ചിക്കിട്ട് കൊടുക്കണമായിരുന്നു. വേസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് കിട്ടി 15,000 രൂപ. 10 കോഴിക്ക് 75,000 രൂപ കിട്ടിയത്. 75,000 രൂപ കിട്ടിയത്. അപ്പൊ 52,500 എനിക്ക്. ഞാൻ 7,600 വെട്ടിട്ടു. 75,000 രൂപ എന്ന് പറയുമ്പോ ഒരെണ്ണത്തിന് 7,500 കിട്ടും. പക്ഷെ കയ്യില് കാണിച്ച 15,000. കയ്യിലാണ് വന്നത്, നീ നോക്ക്. അതാ പക്ഷെ കയ്യില് കാണിച്ച 15,000 വന്നാ. പക്ഷേ മേളില് 1.5 ലക്ഷം. സൗത്ത് ആണ്. ഈ പോത്ത് പോലത്തെ ശരീരം എന്തുവാ പറയുന്നത്? നീ വണ്ടി എടുത്ത് നമ്മളെ ഫോളോ ചെയ്യുന്നു. അതൊന്ന് ഫോളോ ചെയ്യും. ഇല്ലെന്നാ പറഞ്ഞേ. അവന് ലൈസൻസ് ഇല്ലാണ്ടോ? ഇല്ലെന്താ ഇറങ്ങി വണ്ടി ഇറങ്ങി. നിന്റെ അടുത്ത് പെർമിഷൻ ചോദിക്കല്ല, പോയി അത് എടുക്കാനായിട്ട് പറയാ. പേടറാ പിന്നെ കൂടെ കൊണ്ടു നടക്കുന്നത് പോരെ, അത് പറഞ്ഞ അനുസരണയില്ലേ? പോയി ബാക്കി പോയറാ. അത് ഇപ്പൊ വലിയ പ്രശ്നമാണ് കേട്ടോ. എനിക്ക് അവനെ പിടിക്കുന്നില്ലായിരിക്കും അവരെ. നീയാണോ തീരുമാനിക്കുന്നത് നിന്റെ കാര്യം എടുക്കണോ വേണ്ടത്? അവനെ കൊണ്ടുപോട്ടെ, അവനെ കൊണ്ടുപോട്ടെ. അവനെ ഓൾറെഡി ഉണ്ടാ അതിന്റെ അപ്പുറത്ത് ദൈവമേ. എടാ 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 നീ വരുന്ന മൈൽസേടാ വരുന്ന. പിന്നെ പുറകെ മുഞ്ചി ഈ മൊണ്ണയ്ക്ക് വേണ്ടിട്ടല്ലേ നമ്മള് ബാധിച്ചത്. അന്ന് നിങ്ങളുടെ ഒരു വണ്ടി കൊച്ചിരാജൻ പോയി. തിരിച്ചങ്ങോട്ട് കയ്യിൽ എന്തൊക്കെ വെച്ച് പിടിപ്പിച്ചു കൊടുത്തു.